അപ്പങ്ങൾ പലതരത്തിൽ നമ്മൾ അപ്പം ഉണ്ടാക്കും. വെള്ളയപ്പം, കള്ളപ്പം, വട്ടയപ്പം, അങ്ങനെ പലതരത്തിൽ അപ്പം ഉണ്ടാക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കണ്ടു നോക്കാം. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചരി 2 കപ്പ് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം വെള്ളം വാന്ന് വെച്ചേക്കുന്നതാണ്. പച്ചരി വേണം, കുറച്ച് തേങ്ങ, കുറച്ച് ചോറ്, അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ള. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഇവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ 1/4 കപ്പോളം വെള്ളം ചേർത്തു. ഇതൊന്ന് അരച്ചെടുക്കാം. ഞാൻ സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ സാധാരണ ഒത്തിരി അരയ്ക്കത്തില്ല. തേങ്ങ വലിയ സ്മൂത്തായിട്ട് നമ്മൾ അരയ്ക്കത്തില്ല, ചെറുതായിട്ട് അരയ്ക്കത്തുള്ളൂ. ചെറിയ ക്വാണ്ടിറ്റി തേങ്ങയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അരയാൻ പ്രയാസമാണ്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. 1/2 കപ്പ് വെള്ളം മുഴുക്കെ ചേർത്തു. ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിച്ചാലും മതിയാവും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്മൂത്ത് ആക്കത്തില്ല, ചെറിയ തരിയ ഉണ്ടാവും. അപ്പം എൻ്റെ പരുവം ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തു. വെള്ളയപ്പത്തിന് എടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കാറ്. തേങ്ങ നമുക്ക് ഈ ഒരു ബോളിലേക്ക് ഒഴിക്കാം. ഈ സെയിം ജാറിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. ഇപ്പം ട്രഡീഷണലി നമ്മളിത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കള്ള് ഉപയോഗിച്ചിട്ടാണ് പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ അതിന് വേറെ ഈസ്റ്റ് ചേർക്കും. ഇതിലേക്ക് 2 കപ്പ് അരി പച്ചരിയാണ്. അത് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ചോറ്. ഞാൻ പച്ചരി തന്നെ കുക്ക് ചെയ്ത് ചോറാക്കി, അപ്പോൾ നല്ല നിറം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പച്ചരി തന്നെ വേവിച്ചെടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏത് അരിയാണെങ്കിലും ഉപയോഗിക്കാം. ചോറിൻ്റെ അരി ബാക്കിയുണ്ടെങ്കിൽ അത് വേണമെങ്കിലും അരച്ചെടുക്കാം. ഇതൊന്ന് ലൈറ്റായിട്ട് ആദ്യം അരയ്ക്കാം, അതിന് ശേഷം വെള്ളം ചേർക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അരി അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയണം, തേങ്ങ പോലെയല്ല, നന്നായിട്ട് അരയണം. ഇതാണ് ഇപ്പോഴത്തെ കൺസിസ്റ്റൻസി. കുറച്ചുകൂടെ അരയാനുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. വെള്ളയപ്പത്തിൻ്റെ പ്രത്യേകത ചെറുതായിട്ട് നമ്മൾ ജീരകം അങ്ങനത്തെയുള്ള ഫ്ലേവേഴ്സ് ചേർക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഹീപ്ഡായിട്ട് ജീരകം, 3 അല്ലി വെളുത്തുള്ളി, ഒരു 3 ചുവന്നുള്ളി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്. ഞാൻ ഈസ്റ്റും കൂടി ഈ കൂടെ തന്നെ ചേർക്കും. ഈസ്റ്റ് നമ്മൾ പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ഉപയോഗിച്ചേക്കുന്നത്. 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചു. ഈ ഒരു അയവുണ്ട് കേട്ടോ. ഈ മാവിൻ്റെ മേലേക്ക് ഇത് ഒഴിക്കാം. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് മിക്സ് ചെയ്യത്തില്ല, ഇങ്ങനെ തന്നെ അടച്ചു വെക്കും. അടച്ചു വെച്ച ശേഷമാണ്
നമ്മൾ നന്നായിട്ട് പൊങ്ങിയ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യത്തുള്ളൂ. ഞാനൊന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. അതുപോലെ ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ ഉണ്ടാക്കുമ്പം ജീരകം ചുവന്നുള്ളിയൊന്നും ചേർക്കാറില്ല. പക്ഷേ ട്രഡീഷണലി ഇതിനകത്ത് ജീരകവും ചുവന്നുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. ലൈറ്റായിട്ട് മിക്സ് ചെയ്തു. ഇത് അടച്ചൊരു 4-5 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ ഓൾറെഡി ഒരു 4-5 മണിക്കൂർ മുമ്പ് ഇതേപോലെ സെയിം മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി കുറച്ച് എണ്ണ, നല്ലെണ്ണയാണ്. മാവ് നന്നായിട്ട് പൊങ്ങിയിരിക്കുകയാണ്. കുറേശ്ശെ ഒഴിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഒഴിച്ച ശേഷം സെയിം സ്പൂണിനകത്ത് ഇടാതിരിക്കുക, വേറെ പ്ലേറ്റിലേക്ക് വെക്കുക, പത കെട്ടു പോകാണ്ടിരിക്കാനായിട്ട്. ഒരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്യുക. ഈ സമയത്ത് തീ കുറച്ച് വെക്കാം. ഇതേപോലെ നല്ലതായിട്ട് ഹോൾസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ടേൺ ചെയ്യാം. ഇതേപോലെ എടുക്കുക. അപ്പോൾ ചില ഏരിയയിലൊക്കെ ഇതേപോലെ കമത്തിയിടത്തില്ല, ജസ്റ്റ് അടച്ചു വെച്ച് ഫുൾ വെന്ത് കഴിയുമ്പോൾ എടുക്കത്തേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല ഫ്ലഫിയാണ്. ഇതേപോലെ ബാക്കിയുള്ളപ്പം ചെയ്യാം. അടച്ചു വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്യുക. നോക്കിയാൽ ഈ അപ്പം പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. തിരിച്ചിടാതെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് എടുത്തതാണ്. ഇതേപോലെ വേണേലും ഈ അപ്പം ഉണ്ടാക്കാം തിരിച്ചിടാതെ. ഇതേപോലെ ബാക്കിയുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വെള്ളയപ്പം റെഡിയാണ്. ജസ്റ്റ് ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള അപ്പമാണ്, സോഫ്റ്റ് ആൻഡ് ഫ്ലഫി അപ്പമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചുമന്നുള്ളി ഇടുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ചുമപ്പ് നിറം വരും, ചെറിയൊരു ചുമപ്പ് വരും. അത് ചുമന്നുള്ളി ഇടുന്നതുകൊണ്ടാണ്. ചുമന്നുള്ളി ഇല്ലാണ്ടേയും ഈ അപ്പം ഉണ്ടാക്കാം. ചുമന്നുള്ളി, ജീരകം, വെളുത്തുള്ളി ഒന്നും ഇടാതെയും ഈ അപ്പം ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല തൂവെള്ള കളറിൽ കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ തിരിച്ചിടണം എന്ന് നിർബന്ധമില്ല. തിരിച്ചിട്ടും ചെയ്യാം, തിരിച്ചിടാതെയും ചെയ്യാം. 2 രീതിയിലും ഈ അപ്പം നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചിക്കൻ സ്റ്റൂ, ബീഫ് സ്റ്റൂ അല്ലെങ്കിൽ മപ്പാസ് അതിനോടൊക്കെ നല്ല കോമ്പിനേഷനാണ്. വെജിറ്റബിൾ സ്റ്റൂ അതിനോടൊക്കെ നല്ല കോമ്പിനേഷനാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റൂവിൻ്റെയൊക്കെ റെസിപ്പി കാണാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താലും ഇതിൻ്റെ എല്ലാം ലിങ്ക് ഷെയർ ചെയ്തതാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.